ഫ്രണ്ട്സ്, നമുക്കിന്ന് വഴുതനങ്ങ മെഴുക്കും അയില ഫ്രൈ ആണ് ഉച്ചക്കത്തേക്ക് ഊണിന് വേണ്ടി ഉണ്ടാക്കുന്നത്. ചോറൊക്കെ നേരത്തെ ആയി കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ വഴുതനങ്ങ, നീളമുള്ള വഴുതനങ്ങയും പിന്നെ ചെറിയ വഴുതനങ്ങയുമാണ് കേട്ടോ, രണ്ടും കൂടെ മിക്സ് ചെയ്ത് അരിഞ്ഞ് നമുക്ക് വിഴുക്ക് വരട്ടാം. പിന്നെ ഇതിന് ശേഷം വേണം നമുക്കിനി അയില ക്ലീൻ ചെയ്തെടുക്കേണ്ടത്. നമുക്കതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാതെ നമുക്ക് വഴുതനങ്ങ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലൊക്കെയാണ് വഴുതനങ്ങ വിഴുക്കോട്ട് അരിയുന്നത്. ഞാൻ ഇങ്ങനെ അരിയുന്നത്, ഇതങ്ങനെ പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ചുമന്നുള്ളിയും കൂടെ ഇട്ട് വിഴുക്കോട്ടെടുക്കാം, അല്ലെങ്കിൽ സവാള ഉള്ളി, നിങ്ങൾക്ക് ഇഷ്ടം ഏതാണോ നമുക്ക്. ടേസ്റ്റ് കൂടുതൽ ചുമന്നുള്ളി തന്നെയാണ് കേട്ടോ. പക്ഷേ അത് തൊലിയൊക്കെ കളഞ്ഞൊക്കെ എടുത്ത് വരുമ്പോഴേക്കും സമയം. ഈ എളുപ്പത്തിൽ ഞാൻ സവാള ഉള്ളി എടുക്കുന്നത്. അങ്ങനെ നമുക്ക് ഇത് കംപ്ലീറ്റ് അരിഞ്ഞിട്ട് വരാം. വഴുതനങ്ങ സവാള ഉള്ളി അരിഞ്ഞ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ശരിയാക്കിയിട്ട് വരാം. ശരിയാക്കാന്ന് വെച്ചാൽ വിഴുക്കാക്കാൻ. നമ്മുടെ വിഴുക്കിനുള്ള കടുകളെ നല്ല സൂപ്പറായിട്ട് പൊട്ടിക്കിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ വിഴുക്കിനുള്ള സാധനങ്ങൾ തട്ടാം. നമ്മുടെ സവാളയും നമ്മുടെ വഴുതനങ്ങ എല്ലാം നല്ലോണം തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാമേ. ഞാൻ അവസാനമാണ് ഇപ്പോൾ കരിയാപ്പില ഇടുന്നത്. കടുക് പൊട്ടിക്കുമ്പം കരിയാപ്പില ഇട്ടിട്ടില്ല. കരിയാപ്പിലയും മല്ലിയിലേക്ക് ഇടാം. മല്ലിയില ഇഷ്ടമില്ലാത്തവർ മല്ലിയില വേണ്ട, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയിലിട്ട് ചെയ്യാൻ കേട്ടോ. ശകലം ഉപ്പിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി അടച്ച് വെക്കാം. വിഴുക്ക് ഏകദേശം പകുതി വേവായി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ വെന്തതിന് ശേഷം നമുക്കിതിന് മുളക് പൊടി മസാലകളെല്ലാം ചേർക്കാം. നമ്മുടെ വിഴുക്കിനകത്ത് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട്. ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഉപ്പ് വേണോ വേണ്ടത് മിക്സിങ് ഒക്കെ അതിന് ശേഷം നോക്കാം. ഇട്ടിട്ടുണ്ട് എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം ഉപ്പും എരിയും പുളിയും എല്ലാം കറക്റ്റായിരുന്നു. ഞാൻ മസാലകളുടെ കൂട്ട് കറക്റ്റ് അളവ് കുറത്ത് പാടുന്നത് കൊണ്ടല്ല. ചിലർക്ക് എരി കൂട്ടിയിടുന്നതാണ് ഇഷ്ടം, ചിലർക്ക് എരി കുറച്ചിടുന്നതാണ് ഇഷ്ടം. ചിലർ